നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തതായി കാട്ടി ഒറ്റക്കൽ സ്വദേശി നജീബ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ആഭ്യന്തരമന്ത്രിക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകി. തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുത്താൻ എഫ്ഐആറിന്റെ പകർപ്പുമായി നജീബ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യാവകാശ ലംഘനം നടന്നതായി സൂചന. നജീബിനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചത് 51 മണിക്കൂർ. ജനകീയ സമരം ശക്തമായി. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മടത്തറ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചിടാൻ മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവ്. ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. വിദ്യയുടെ വിളക്കു തെളിയിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ മഹാനവമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. ഇളമ്പലിൽ RSSന്റെ പഥസഞ്ചലനത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനം. 2 പേർ പരിക്കേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇളമ്പലിൽ ശനിയാഴ്ച ഡിവൈഎഫ്ഐ ഹർത്താൽ. കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തതായി കാട്ടി ഒറ്റക്കൽ സ്വദേശി നജീബ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് എഫ്ഐആറിന്റെ പകർപ്പ് സഹിതം നജീബ് ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി, DGP, റൂറൽ SP എന്നിവർക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും നജീബ് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ തയ്യാറാക്കിയിട്ടുള്ള എഫ്ഐആറും കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ സംഭവം കള്ളക്കേസാണെന്ന് വ്യക്തമാകുമെന്ന് നജീബ് ചൂണ്ടിക്കാട്ടുന്നു. കുളത്തൂപ്പുഴ SI S. സുധീഷ് കുമാർ തയ്യാറാക്കിയിട്ടുള്ളതാണ് എഫ്ഐആർ. എഫ്ഐആർ പറയുന്നത് ഇങ്ങനെ: സെപ്റ്റംബർ 16-ാം തീയതി രാത്രി SIയും ASI ഷാനവാസ് ഖാനും സിവിൽ പോലീസ് ഓഫീസർ ഇക്ബാലും പട്രോൾ നടത്താനിറങ്ങി. 17-ന് വെളുപ്പിന് 2:10 കുളത്തൂപ്പുഴയിലെ പാട്ടപ്പള്ളി ജ്വല്ലറിക്ക് മുൻവശത്ത് ഷട്ടറിനോട് ചേർന്ന് 2 പേർ പതുങ്ങിയിരിക്കുന്നതായി കണ്ടു. പോലീസ് ജീപ്പ് കണ്ട ഇതിലൊരാൾ ഓടിപ്പോയി. മറ്റേയാൾ നജീബായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. ഓടിപ്പോയ ആൾ മോഷണക്കേസ് പ്രതിയാണെന്ന് നജീബ് പോലീസിനോട് പറഞ്ഞു. ഇരുവരും മോഷണത്തിനിറങ്ങിയതാണെന്ന് SIക്ക് ഉത്തമ ബോധ്യം വന്നതിനാൽ നജീബിനെ അറസ്റ്റ് ചെയ്തു. ഈ എഫ്ഐആറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് 15, 16, 17 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ. 15-നാണ് ഒരു ലോറി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ നജീബിനെ കുളത്തൂപ്പുഴ CI സജ്ജാദ് വിളിപ്പിച്ചത്. നജീബ് വിവരമറിയിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ CIയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഒരു കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വിവരം ശേഖരിക്കാനാണ് നജീബിനെ വിളിപ്പിച്ചതെന്ന് CI സഞ്ജയ് ഖാനോട് പറയുകയും ചെയ്തു. ഇതനുസരിച്ച് നജീബ് സ്റ്റേഷനിലെത്തി. 15-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സ്റ്റേഷനിലെത്തിയ തന്നെ അന്നും 16-നും ലോക്കപ്പിലിട്ട് പോലീസുകാർ മർദ്ദിച്ചതായി നജീബ് പറയുന്നു. ഇതിന് പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തെളിവാണ്. അത് പരിശോധിക്കണമെന്നും നജീബ് ആവശ്യപ്പെട്ടു. 3 ദിവസമായി നജീബിനെ കുറിച്ച് വിവരം ലഭിക്കാഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനോട് വിവരം അന്വേഷിച്ചു. ഇതേ തുടർന്നാണ് നജീബിനെ അന്വേഷിച്ച് സഞ്ജയ് ഖാന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ 17-ന് കുളത്തൂപ്പുഴ CI ഓഫീസ് ഉപരോധിച്ചത്. 16-ന് രാത്രി 9:30 വരെ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന തന്നെ 9:30-യോടെ പുനലൂർ സ്റ്റേഷനിലേക്ക് മാറ്റിയതായി നജീബ് പറഞ്ഞു. പുനലൂർ സ്റ്റേഷനിലിട്ടും മർദ്ദിച്ച നജീബിനെ രാവിലെ 7 മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹാജരാക്കി. 8 മണിയോടെ അവിടെ നിന്ന് ഇറക്കി 11 മണിവരെ പോലീസ് ജീപ്പിലിരുത്തി ജീപ്പ് ആശുപത്രി മുറ്റത്ത് സൂക്ഷിച്ചു. 11 മണിയോടെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ലോക്കപ്പിലടച്ചു. പിന്നീട് 3 മണിക്ക് പുറത്തിറക്കി ജീപ്പിൽ കയറ്റി 6 മണിവരെ താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ റോഡിൽ ജീപ്പ് സൂക്ഷിച്ചു. ഒടുവിൽ 6 മണി കഴിഞ്ഞാണ് കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തെന്ന് നജീബ് പറഞ്ഞു. എഫ്ഐആർ പ്രകാരം 17-ന് വെളുപ്പിന് 2:30-നാണ് നജീബിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് നജീബ് പുനലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നതത്രേ. 16-ന് രാത്രി 9:30-യോടെയാണ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നജീബിനെ പുനലൂരിലേക്ക് കൊണ്ടുവരുന്നത്. 9:30 വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് നജീബ് പറയുന്നു. 16-ന് രാത്രി 9:30 വരെയുള്ള CCTV ദൃശ്യങ്ങളിൽ നജീബ് ഉണ്ടെങ്കിൽ 4 മണിക്കൂറിന് ശേഷം 2:10-ന് പാട്ടപ്പള്ളി ജ്വല്ലറിക്ക് സമീപം പതുങ്ങിയിരിക്കുന്ന നജീബിനെ കണ്ടുവെന്നും പിടികൂടി ചോദ്യം ചെയ്തുവെന്നുമുള്ള പോലീസിന്റെ വാദം പൊളിയും. 15-ന് തന്നെ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നജീബ് CIയുടെ നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകരുടെ അറിവോടെ ഹാജരായതിന് തെളിവുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനും കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാറും വിവിധ പാർട്ടികളിൽപ്പെട്ട പൊതുപ്രവർത്തകരും ഇത് ശരിവയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ 15-ന് ഹാജരായ നജീബിനെ 2 ദിവസത്തിൽ കൂടുതൽ കേസെടുക്കാതെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച പോലീസ് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്ന സമയം പരിശോധിച്ചാൽ വ്യക്തമാണ്. 17-ന് രാവിലെ പുനലൂർ പോലീസ് നജീബിനെ താലൂക്ക് ആശുപത്രിയിൽ ഹാജരാക്കിയെന്ന ആശുപത്രി രേഖകൾ കൊണ്ട് സ്ഥിരീകരിക്കാം. എന്താണ് നിങ്ങളെ പോലീസ് വിളിപ്പിച്ചത്? 15-ാം തീയതി രാവിലെ കടയിൽ വന്നിരുന്നു. കടയിൽ വന്നിട്ട് അന്വേഷിച്ചപ്പോൾ അമ്മ കടയിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് CI ഓഫീസിൽ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അങ്ങനെ സഞ്ജയ് ഖാനെ വിളിച്ചിട്ടു, ജില്ലാ പഞ്ചായത്ത് അംഗം സഞ്ജയ് ഖാനെ വിളിച്ചിട്ടു ഞാൻ അങ്ങനെ കാര്യം ബോധിപ്പിച്ചു. അദ്ദേഹം CI ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ജയ് ഖാൻ
പറഞ്ഞതിന് ശേഷമാണ് ഞാൻ CA ഓഫീസിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? എപ്പോഴാണ് നിങ്ങൾ റിമാൻഡ് ചെയ്തത്? പിന്നെ 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക്. പിന്നെ 16-ാം തീയതി വൈകിട്ട് വരെ കുളത്തൂപ്പുഴ ലോക്കപ്പിൽ, പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലായിരുന്നു. അവിടെ എന്നെ മർദ്ദിക്കുകയുണ്ടായി. അതിന് ശേഷം 16-ാം തീയതി വൈകിട്ട് എന്നെ പുനലൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചു. 17-ാം തീയതി രാവിലെ എന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കി. സുഖമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ ഹാജരാക്കി. അവിടുന്ന് കുറേ നേരം വാഹനത്തിലിരുത്തി. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി കുളത്തൂപ്പുഴ പോലീസ് വന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 17-ാം തീയതി രാവിലെ 2:30 നിങ്ങളെ ജുവലറിയുടെ സമീപത്തെ സംശയകരമായ നിലയിൽ പതുങ്ങിയിരിക്കുന്നതായി കണ്ടുവെന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ പുനലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന 15, 16, 17 ദിവസങ്ങളിൽ നിങ്ങൾ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ ഉണ്ടായിരുന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട്. അത് CCTV ദൃശ്യങ്ങൾ, CCTV ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്നെ മർദ്ദിക്കുന്നവരെ CCTVയിൽ കാണാൻ കഴിയും. ഏത് സ്റ്റേഷനിലെ? കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ CCTV പ്രവർത്തിക്കുന്നതാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. 16-ന് രാത്രി 9:30 വരെയുള്ള ദൃശ്യങ്ങൾ അതിലുണ്ടെങ്കിൽ 17-ന് രാവിലെ 7 മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നജീബിനെ ഹാജരാക്കിയതിന്റെ രേഖകൾ കൂടി ചേർത്ത് സംഭവം കള്ളക്കേസാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകാത്ത പോലീസ് അതിന് തയ്യാറാകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ഇളമ്പലിൽ RSS പഥസഞ്ചലനത്തിനിടെ DYFI പ്രവർത്തകർക്ക് മർദ്ദനം. 2 പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇളമ്പലിൽ ശനിയാഴ്ച DYFI ഹർത്താൽ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കടശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ പഥസഞ്ചലനത്തിനിടെയാണ് സംഭവം. പഥസഞ്ചലനത്തിനിടെ ബൈക്കിലെത്തിയ എലിക്കോട് നന്ദനത്തിൽ വിപിൻ, മാറ്റുശ്ശേരി ലിജു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. RSS പ്രവർത്തകരുടെ അലങ്കരിച്ച വാഹനത്തിൽ ഇവരുടെ ബൈക്ക് തട്ടിയെന്നാരോപിച്ചായിരുന്നു ഇത്രയും മർദ്ദനം. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപിന്റെ കണ്ണിന് സാരമായി പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് വൻ പോലീസ് സന്നാഹം ഇളമ്പലിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുത്തും അംഗബലവും ഉള്ളവർക്കാണ് എക്കാലത്തും അംഗീകാരം ലഭിച്ചിട്ടുള്ളതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി MC വത്സൻ ഇളമ്പലിൽ RSS സംഘടിപ്പിച്ച പഥസഞ്ചലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ചരിത്രത്തിലുമൊക്കെ എല്ലാ കാലത്തും ഭരണാധികാരികളെയും ഒക്കെ അംഗീകരിച്ചിരുന്നുള്ളൂ. മഹാഭാരത കാലഘട്ടത്തിലും യുദ്ധത്തിലും ഇത് കാണാൻ സാധിക്കും. ദ്രോണർക്കും ഭീഷ്മർക്കുമൊക്കെ ധർമ്മത്തെക്കുറിച്ച് അറിയാനിട്ടായിരുന്നില്ല, ധർമ്മബോധമില്ലാഞ്ഞിട്ടായിരുന്നില്ല. ധർമ്മം ഉപദേശിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരുന്നു ദ്രോണരും ഭീഷ്മരുമൊക്കെ. പക്ഷെ ആരുടെ കൂടെയാണ് നിന്നത്? അംഗബലം കൊണ്ട് ശക്തിയുണ്ടായിരുന്നവരുടെ കൂടെ നിന്നു. ധർമ്മത്തെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് അംഗബലം ഉള്ള ആളുകളുടെ കൂടെ നിന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എവിടെയാണോ ശക്തി, എവിടെയാണോ അംഗബലം, അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കരുത്തിന്റെ പര്യായമായിട്ട് ഭാരതീയർ ഈ സംസ്കാരത്തെ, ഈ ധർമ്മത്തെ കരുത്തും ശക്തിയും ശേമുഷിയും ആത്മസമർപ്പണവും കൊണ്ട് ഇതിനെ സംരക്ഷിച്ചു നിർത്തി. വിജയദശമി മഹാനവമി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പഥസഞ്ചലനം സംഘടിപ്പിച്ചത്. വി മുരളീധരൻ നായർ അധ്യക്ഷനായി. പി ഉണ്ണികൃഷ്ണൻ, വിളക്കുവെട്ടം പി ഷൈൻ എന്നിവർ സംസാരിച്ചു. 4 മണിയോടെ ആരംഭിച്ച പഥസഞ്ചലനം രാത്രി 7 മണിയോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനിയൊരു ഉത്തരവുണ്ടാവുന്നതുവരെ മടത്തറ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചിടാൻ മാനേജിംഗ് ഡയറക്ടർ ഉത്തരവിട്ടു. ജനകീയ സമരം ശക്തമായതിനെ തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ ടെലിഫോണിലൂടെയാണ് MD തീരുമാനം അറിയിച്ചത്. സമരം ശക്തമാവുകയും ജീവനക്കാർ മദ്യവിൽപ്പനശാല തുറക്കുന്നത് സമരക്കാർ തടയുകയും ചെയ്തതോടെ കൊട്ടാരക്കര ബെവ്കോ മാനേജർ R സുജാത സ്ഥലത്തെത്തി. തുടർന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, കടക്കൽ CI B ഹരികുമാർ, SI MA കബീർ, രാഷ്ട്രീയ നേതാക്കളായ MS മുരളി, മടത്തറ സുധാകരൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. മാനേജർ വെള്ളിയാഴ്ച തന്നെ MDക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അറിയിച്ചു. ഇതനുസരിച്ച് MD ഉത്തരവ് നൽകുന്നതുവരെ വിൽപ്പനശാല അടച്ചിടാനാണ് തീരുമാനം. അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് ലൈസൻസ് റദ്ദാക്കുമെന്നും സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും പ്രസിഡന്റ് S മുരളീധരൻ നായർ അറിയിച്ചു.
ഔട്ട്ലെറ്റ് അടച്ചതോടെ സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. മടത്തറയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കുകയാണെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കന്മാർ അറിയിച്ചു. ഈ സ്ഥാപനം തുറക്കില്ല, അത് പോലീസ് കൂടെ അവിടെ പ്രഖ്യാപിച്ചോളും, ഞങ്ങൾക്ക് സമരമില്ല. അതിന് ചേട്ടൻ വരുമ്പോഴത്തേക്ക് വന്നാൽ ഞങ്ങൾ അത് നേരിട്ടോളാം, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ട്. ഏത് ഗവർണറെ ഉത്തരവുണ്ടെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾ അടിച്ചു മാറ്റി തുറക്കാമോ? ന്യൂസ് ബ്യൂറോ, കടക്കൽ. അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ച ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ പട്ടികയിൽ നിന്ന് മടത്തറയെ നീക്കം ചെയ്തതിനെ തുടർന്നാണ് ജനകീയ സമരം ശക്തമായത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ ജനം രംഗത്തിറങ്ങിയത് ശ്രദ്ധേയമായി. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ ഭാഗമായി ബാറുകൾക്ക് പുറമെ ഓരോ വർഷവും 10% വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടുമെന്ന് സർക്കാർ നിലപാടെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി അടച്ചുപൂട്ടുന്ന ഔട്ട്ലെറ്റുകളുടെ പട്ടികയിൽ മടത്തറയിലെ ഔട്ട്ലെറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പട്ടികയിൽ നിന്ന് മടത്തറയെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവുണ്ടാവുകയും തുടർന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമമുണ്ടാവുകയും ചെയ്തതോടെയാണ് ജനകീയ സമരം ശക്തമായത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ജനകീയ സമരത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ഔട്ട്ലെറ്റിന് മുന്നിൽ തടിച്ചുകൂടിയ ജനം ജീവനക്കാർ മദ്യവിൽപ്പനശാല തുറക്കുന്നത് തടഞ്ഞു. സമരം ചടയമംഗലം MLA മുല്ലക്കര നാഗരൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം തന്നെ ഔട്ട്ലെറ്റ് പൂട്ടാൻ മന്ത്രിക്ക് കത്തു നൽകുമെന്നും സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി മുന്നോട്ട് പോകുമെന്നും MLA പറഞ്ഞു. അതുകൊണ്ട് മടത്തറ ഇവിടെ പൂട്ടാൻ നിങ്ങൾ തീരുമാനിച്ച്, എനിക്ക് തോന്നുന്നു ഇത് പൂട്ടാനുള്ള ശുപാർശയൊക്കെ വന്നതാണ്. മന്ത്രിയോട് നാളെ തന്നെ ഞാൻ കത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളൊക്കെ കൂടെ എഴുതി ഒപ്പിട്ടൊരു നിവേദനം വന്നാൽ അതിൽ എന്റെ ഒരു കത്തും കൂടെ വെച്ച് കൊടുക്കുന്നതാണ്. അല്ലാതെ തന്നെ എന്റെ മണ്ഡലത്തിൽ അത് തന്നാൽ മതി, വൈകിട്ട് അങ്ങനെ മേടിച്ചെത്തിച്ചാൽ മതി. നാളെ ഈ കാര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകുന്നതാണ്. പിന്നെ എക്സൈസ് കമ്മീഷണർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും അതിന്റെ കോപ്പി കൊടുക്കുന്നതാണ്. ഈ സമരത്തിന്റെ കൂടെ പണ്ടേ ഈ കാര്യത്തിൽ ഈ മദ്യത്തിനെതിരായ പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നാളെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാനുള്ള സംവിധാനം ചെയ്യും. ഇന്ന് വൈകിട്ട് നിങ്ങളൊരു സാമൂഹ്യമായ ഒപ്പിടൽ ശേഖരണം നടത്തി അതിന്റെ ഒരു കോപ്പി എന്നെ ഏൽപ്പിച്ചാൽ മതി. ഔട്ട്ലെറ്റ് തുടർന്ന് പ്രവർത്തിക്കുന്നതിന് ഏത് ശക്തി വിചാരിച്ചാലും അനുവദിക്കില്ലെന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ പറഞ്ഞു. ഏത് ശക്തി വിചാരിച്ചാലും മടത്തറത്തെ ഈ ഔട്ട്ലുക്ക് തുറക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഏത് ശക്തി വിചാരിച്ചാലും ഈ ഔട്ട്ലുക്ക് തുറക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ നാട്ടിലെ സഹോദരിമാർക്ക് ഈ സമയം ഞാൻ ഉറപ്പു തരികയാണ്. ഈ നാടിന്റെ പൊതു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് പൂട്ടിപ്പിക്കും അതിനുവേണ്ടുന്ന നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇത് പൂട്ടിക്കും. MLA കോലിയക്കോട് കൃഷ്ണൻ നായർ, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, വാർഡ് മെമ്പർമാരായ ഷൈല ബി. തുമ്പമൺതൊടി രാജൻ, മുല്ലശ്ശേരി നജീം, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MS മുരളി, മടത്തറ സുധാകരൻ, വിവിധ മതനേതാക്കന്മാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. DYFI, AIYF, യൂത്ത് കോൺഗ്രസ്, വിവിധ ഡ്രൈവേഴ്സ് യൂണിയനുകൾ തുടങ്ങി നിരവധി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം ഔട്ട്ലെറ്റ് പൂട്ടുന്നത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഇതുണ്ടാവാതിരിക്കാൻ നടത്തിയ നീക്കത്തിന്റെ ഫലമാണ് പൂട്ടുന്ന ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റിൽ നിന്ന് മടത്തറയെ ഒഴിവാക്കിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ കുളത്തൂപ്പുഴയിൽ സിവിൽ സപ്ലൈസിന്റെ മദ്യവിൽപ്പനശാല പൂട്ടിയതിനു പുറമെ മടത്തറയും പൂട്ടുന്നതോടെ പ്രദേശത്തെ വാറ്റുചാരായ വിൽപ്പന കൂടുമെന്നും ഇത് തടയുന്നതിനായാണ് മടത്തറയെ ഒഴിവാക്കിയതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരവേദി നിലപാടിലുറച്ചതോടെ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിദ്യയുടെ വിളക്ക് തെളിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ മഹാനവമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. പത്തനാപുരം മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ. കലഞ്ഞൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ഹരിശ്രീ കുറിക്കാൻ എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ വിദ്യാദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഭക്തിഗാനസുധയും അരങ്ങേറി. പത്തനാപുരം കവലയിൽ ദേവീക്ഷേത്രം, പട്ടാഴി ദേവീക്ഷേത്രം, തലവൂർ തൃക്കൊന്നമർകോട് ദേവീക്ഷേത്രം, കാമുകഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം, പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രം, പുന്നല ശ്രീനീലകണ്ഠപുരം ക്ഷേത്രം, ചാങ്കൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം, ചേകം ശ്രീ മഹാദേവർ ക്ഷേത്രം, പുന്നല അമ്മൂമ്മക്കാവ് തുടങ്ങി ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം നടന്നു. നവരാത്രിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് വിവിധ ക്ഷേത്രങ്ങൾക്ക് പുറമെ സാംസ്കാരിക വൈജ്ഞാനിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭം നടന്നു. വിദ്യാരംഭത്തിന്റെ ഭാഗമായി സമീപ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് വിജയദശമി. സകല ദുർഗുണങ്ങളെയും കീഴടക്കി
ആത്മസംസ്കരണത്തോടെയും ആത്മവിശുദ്ധിയോടെയും ജീവിതത്തെ രൂപപ്പെടുത്തണമെന്ന സന്ദേശമാണ് വിജയദശമി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഭരണിക്കാവ് ഭദ്രാദേവി ക്ഷേത്രത്തിലും നഗരസഭ ജവഹർ ബാലകലാഭവനിലും നടന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ. പുനലൂർ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ രാവിലെ 9:45 മുതൽ വിദ്യാരംഭം നടന്നു. മേൽശാന്തി ആർ രമേശ് നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുനലൂർ ജവഹർ ബാലകലാഭവനിൽ നടന്ന വിദ്യാരംഭം പുനലൂർ നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AC ഷാജഹാൻ, പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ബാലഭവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗീതാർച്ചന നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 2 തലകളോടെ ഏനാദിമംഗലത്ത് കാളക്കിടാവിന്റെ ജനനം. ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ് ഈ കിടാവിന് ജന്മം നൽകിയത്. അരമണിക്കൂർ മാത്രമാണ് ഈ കിടാവ് ജീവിച്ചിരുന്നത്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചാങ്കൂർ മലനട വീട്ടിൽ നെല്ലിമൂട്ടിൽ രാജുവിന്റെ പശുവാണ് ഇരുതലകളോടുകൂടിയ കാളക്കിടാവിനെ പ്രസവിച്ചത്. പ്രസവം ദുഷ്കരമായിരുന്നതിനാൽ ഗൃഹനാഥൻ മൃഗഡോക്ടറുടെ സേവനം തേടിയിരുന്നു. ഏഴംകുളം മൃഗാശുപത്രിയിലെ ഡോക്ടർ നൌഫലിന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ 3 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാളക്കുട്ടനെ പുറത്തെടുത്തത്. കാളക്കുട്ടിയുടെ വിചിത്ര രൂപം കണ്ട് വീട്ടുകാർ അമ്പരന്നു. പിന്നീട് അരമണിക്കൂർ മാത്രമേ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ. ഞാനിപ്പോൾ മേടിച്ചിട്ട് 1 മാസമായി. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് വലിയ പാടാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പിന്നെ എല്ലാവരുടെ കയറ് കെട്ടി കുട്ടിയെ പുറത്ത് വലിച്ച് ഇട്ടു. അരമണിക്കൂർ സമയം ജീവനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ജീവൻ. ക്ഷീരകർഷകനായ രാജുവിന് 6 കറവ പശുക്കളുണ്ട്. ജേഴ്സി ഇനത്തിൽപ്പെട്ട തള്ളപ്പശുവാണ് ഇരുതലകളുള്ള അപൂർവ രൂപമുള്ള കാളക്കുട്ടിക്ക് ജന്മം നൽകിയത്. പ്രസവത്തെ തുടർന്ന് കിടാവ് ചത്തെങ്കിലും തള്ളപ്പശു സുഖമായിരിക്കുന്നു. നെല്ലിമൂട്ടിൽ രാജുവിന്റെ വീട്ടിൽ 2 തലകളും 1 ഉടലുമായി കാളക്കുട്ടി പിറന്ന വാർത്ത പരന്നതോടെ പ്രദേശവാസികളും ഇവിടെ തടിച്ചുകൂടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള കർഷക സംഘം പുനലൂർ ഏരിയ കൺവെൻഷൻ പുനലൂരിൽ ചേർന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭരണമാറ്റമുണ്ടായിട്ടും രാജ്യത്ത് നയമാറ്റമുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോളാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ലോക വ്യാപാര സംഘടനയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി ഭക്ഷ്യ സബ്സിഡി ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് കേന്ദ്ര ഭരണമാറ്റം ഉണ്ടായെങ്കിലും നയമാറ്റം രാജ്യത്തുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. പഴയ നയം തന്നെ പുതിയ രൂപത്തിൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പി, ഒരു മാറ്റമില്ല. വീഞ്ഞിലൊരു മാറ്റമില്ല. ഇത് വീണ്ടും പ്രചണ്ഡമായ പക്ഷവും കേരളത്തിലെയും ഇന്ത്യയിലെയും കാർഷിക മേഖലയിൽ സംഘടിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൈമാറുകയാണ്. ഇന്ത്യയിൽ നടക്കുകയാണ് കൈമാറ്റം. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ അവൻ കാർഷിക മേഖലയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ്. കർഷക സംഘം പ്രസിഡന്റ് M. ഡാനിയൽ അധ്യക്ഷനായി. P. വിജയൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. T. ചന്ദ്രാനന്ദൻ, D. ദിനേശൻ, R. ഗുരുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തതായി കാട്ടി ഒറ്റക്കൽ സ്വദേശി നജീബ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ആഭ്യന്തരമന്ത്രിക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകി. തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുത്താൻ FIRന്റെ പകർപ്പുമായി നജീബ്. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യാവകാശ ലംഘനം നടന്നതായി സൂചന. നജീബിനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചത് 51 മണിക്കൂർ. ജനകീയ സമരം ശക്തമായി. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മടത്തറ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചിടാൻ മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവ്. ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. വിദ്യയുടെ വിളക്കു തെളിയിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ മഹാനവമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. ഇളമ്പലിൽ RSSന്റെ പഥസഞ്ചലനത്തിനിടെ DYFI പ്രവർത്തകർക്ക് മർദ്ദനം. 2 പേർ പരിക്കേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇളമ്പലിൽ ശനിയാഴ്ച DYFI ഹർത്താൽ.
വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.